ഡോക്ടർ, ഈ അലർജി ഉള്ള കുട്ടികൾക്ക് സർജറി ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ്. പലരും പേരൻസിന് പേടിയാണ്, കുഞ്ഞിന് അലർജി ഉണ്ട് അപ്പോൾ സർജറി ചെയ്താൽ റിസ്ക് കൂടുതലാണെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പ്രത്യേകിച്ചും എന്തെങ്കിലും അപകട സാധ്യതയൊക്കെ ഡോക്ടർക്ക് എപ്പോഴെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്. അലർജി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ആസ്മയായിട്ട് പ്രസൻറ്റ് ചെയ്യാം, ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് അങ്ങനത്തെ ഇതായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസാണ്, ഒരുമിച്ച് വരുന്ന സാധനങ്ങളാണ്. കുട്ടികളിൽ പ്രത്യേകിച്ച് നമുക്ക് എയർവേ എന്ന് പറയുന്നത് വളരെ നേർത്തതാണ്, തിന്നാണ്. അഡൽസിനെ പോലെയല്ല. പെട്ടെന്ന് അവർക്ക് റിയാക്ഷൻ വരാനും അത് റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചില പാരൻസ് നമ്മൾ സർജറി നടന്നു പോട്ടെ എന്ന് വിചാരിച്ച് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കും. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഓർത്തോപീഡിക് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കൈയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന് നമ്മൾ മയക്കം കൊടുക്കേണ്ടി വന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് അനസ്തീഷ്യ കഴിഞ്ഞ് കൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞിന് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി ഭയങ്കര വളർന്നിട്ട് വലുതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് അനസ്തീഷ്യയിൽ നിന്ന് ഔട്ടായി വരുന്ന സമയത്ത് കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ഒരുപാട് സമയമെടുത്ത് നമുക്ക് അതിൽ നിന്ന് അനസ്തീഷ്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനും. കാരണം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ അഡിനോയിഡ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്, എയർവേ ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട് അഡിനോയിഡുള്ള കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഈ കുഞ്ഞിന് അതേ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ കുഞ്ഞ് പൂർണ്ണമായിട്ടും അനസ്തീഷ്യയിൽ നിന്ന് വിട്ട് വരുന്നവരെ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും നമുക്ക് എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.